പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നമുക്ക് മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് പോകാം. പാതിവില തട്ടിപ്പിൽ സംസ്ഥാനത്ത് പരാതി പ്രവാഹമാണ്. കേസിൽ പ്രതി അനന്തകൃഷ്ണനുമായി തെളിവെടുപ്പ് ഇന്നും തുടരും. കൊച്ചിയിലെ ഓഫീസിലും ഫ്ളാറ്റിലും എത്തിച്ച് തെളിവെടുക്കും. വിവരങ്ങളുമായി അർജുൻ മട്ടന്നൂർ ചേരുന്നുണ്ട്. അർജുൻ മട്ടന്നൂർ, വെരി ഗുഡ് മോർണിംഗ്. നമ്മൾ ഇന്നിപ്പോൾ വിശദമായി തന്നെ പാതിവില തട്ടിപ്പ് ചർച്ചയ്ക്കെടുക്കുന്നുണ്ട്. കൂടുതൽ വെളിപ്പെടുത്തലുകൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നുണ്ട്. അതിലേക്ക് നമുക്ക് അല്പസമയത്തിനുള്ളിൽ കടക്കാം. പക്ഷേ ഈ കേസിൻ്റെ അപ്ഡേറ്റ് ഇന്നും അനന്തകൃഷ്ണനുമായിട്ട് തെളിവെടുപ്പ് തുടരുമെന്നുള്ളതാണ്. കൊച്ചിയിലെ ഓഫീസിലും ഫ്ളാറ്റിലും ഒക്കെ എത്തിച്ച് തെളിവെടുക്കും. പക്ഷേ എവിടെയൊക്കെ കൊണ്ടുപോയി തെളിവെടുക്കുമെന്ന കാര്യത്തിൽ പോലീസിന് തന്നെ ഒരു ആശങ്കയുണ്ടെന്ന് തോന്നുന്നു അല്ലേ? 33,000-ഓളം കേസുകൾ എത്തിക്കഴിഞ്ഞു അല്ലേ അർജുൻ? ഗുഡ് മോർണിംഗ് ഡോക്ടർ അരുൺകുമാർ. അതായത് ഇന്നലെ അനന്തകൃഷ്ണനുമായി വിവിധയിടങ്ങളിൽ പോലീസ് തെളിവെടുപ്പ് നടത്തിയിരുന്നു. പ്രത്യേകിച്ച് ഇടുക്കി ജില്ലയിൽ ഇയാൾ വാങ്ങിക്കൂട്ടിയ ഭൂമികൾ, അതോടൊപ്പം തന്നെ ഈരാറ്റുപേട്ടയിൽ ഇയാൾ വാങ്ങിയ ഭൂമിയിലൊക്കെ തന്നെ എത്തിച്ചിരുന്നു. മാത്രമല്ല ഇയാളുടെ നാടായ കോളപ്രയിലെ ഈ ഓഫീസ് കെട്ടിടത്തിലും അതോടൊപ്പം തന്നെ വീടിൻ്റെ പരിസരത്തുമൊക്കെ തന്നെ ഇയാൾ എത്തിച്ചിരുന്നു. ഇന്നലെ ചില നിർണായകമായ ചില രേഖകൾ പോലീസ് കണ്ടെടുത്തിട്ടുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതായത് ആർക്കൊക്കെ പണം നൽകി തുടങ്ങിയ വിശദമായ വിവരങ്ങളൊക്കെ തന്നെ ഈ രേഖകളിലുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. ഇതിൽ രാഷ്ട്രീയ പാർട്ടികളും രാഷ്ട്രീയ നേതാക്കളും കൃത്യമായി തന്നെ ഈ അനന്തകൃഷ്ണനിൽ നിന്നും പണം വാങ്ങിയിരുന്നു. അത് സംഭാവനയായും അതോടൊപ്പം തന്നെ തെരഞ്ഞെടുപ്പ് ഫണ്ടായും ഒക്കെ തന്നെ പണം വാങ്ങിയിട്ടുണ്ട്. ഇതിൻ്റെ കൃത്യമായ പട്ടികയും അനന്തകൃഷ്ണൻ്റെ കയ്യിലുണ്ട്. ഏതാണ്ട് 50ഓളം രാഷ്ട്രീയ നേതാക്കൾ അനന്തകൃഷ്ണൻ്റെ കയ്യിൽ നിന്നും പണം വാങ്ങിയിട്ടുണ്ട് എന്നാണ് പോലീസ് സംശയിക്കുന്നത്. സ്വാഭാവികമായും കേസിൻ്റെ അടുത്ത ഘട്ടത്തിൽ ഈ രാഷ്ട്രീയ നേതാക്കളെ അടക്കം ചോദ്യം ചെയ്യേണ്ടി വരും എന്ന കാര്യം ഉറപ്പാണ്. അതേസമയം നേരത്തെ തന്നെ ഈ സായിഗ്രാമം ചെയർമാൻ കൂടിയായ ആനന്ദകുമാറിന് ഇത്തരത്തിൽ പണം നൽകിയിട്ടുണ്ട്, 2 കോടി രൂപ നൽകിയിട്ടുണ്ട് എന്ന് അനന്തകൃഷ്ണൻ പറഞ്ഞിരുന്നു. എന്തായാലും ഇക്കാര്യങ്ങളും പോലീസ് പരിശോധിക്കുന്നുണ്ട്. ആനന്ദകുമാറിനെയും ഒരുപക്ഷെ വരും ദിവസങ്ങളിൽ ചോദ്യം ചെയ്യേണ്ടി വരും എന്ന കാര്യം ഉറപ്പാണ്. നിലവിൽ ഇന്ന് കൂടുതൽ സ്ഥലങ്ങളിൽ തെളിവെടുപ്പ് ഉണ്ടാകുമെന്ന കാര്യം ഉറപ്പാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് കൊച്ചിയിലെ ഫ്ളാറ്റ്, അതോടൊപ്പം തന്നെ പനമ്പള്ളി നഗറിലും കളമശ്ശേരിയിലുമുള്ള നേരത്തെ ഉണ്ടായിരുന്ന ഓഫീസുകളിലൊക്കെ തന്നെ എത്തിച്ച് തെളിവെടുപ്പ് നടത്താനാണ് സാധ്യത. നേരത്തെ കൊച്ചിയിൽ നിന്നും കടത്താൻ ശ്രമിച്ച ചില നിർണായകമായ രേഖകൾ പോലീസ് കണ്ടെടുക്കുകയും ചെയ്തിരുന്നു. ഈ രേഖകൾ കൂടുതലും ഈ പാതിവില തട്ടിപ്പുമായി ബന്ധപ്പെട്ട ഈ റെസീറ്റുകളും അതോടൊപ്പം തന്നെ അതിൻ്റെ മറ്റ് ഡോക്യുമെന്റ്സുമാണ് എന്നാണ് പോലീസ് പറയുന്നത്. സ്വാഭാവികമായും ഈ കേസിന്റെ അടുത്ത ഘട്ടത്തിൽ കൂടുതൽ ആളുകളെ ചോദ്യം ചെയ്യേണ്ടി വരുമെന്ന കാര്യം ഉറപ്പാണ്. ഓക്കെ, അത് ആരൊക്കെ ആയിരിക്കും എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം.